ഇരുന്നോ. എന്താ ഇത് വാരിക്കൊടുക്കുന്നത്? ഇയാൾ ചോറ് കൊണ്ടുവന്നില്ലേ? സ്പെഷ്യൽ ക്ലാസ് അല്ലേ, ചോറ് കൊണ്ടുവരാൻ പറഞ്ഞതാണല്ലോ. ഇവളുടെ അമ്മയ്ക്ക് പനിയായതുകൊണ്ട് ഒന്നും വെച്ചില്ല ടീച്ചർ. അതെയോ, പങ്കിത്തിന്നാൽ പസിയാറും അല്ലേ മിടുക്കികൾ. ഇങ്ങനെ വേണം കേട്ടോ എന്നും. ഈ ലോകത്ത് ഏറ്റവും മനോഹരമായതും വിലപ്പെട്ടതുമായത് എന്താണെന്നറിയുമോ മക്കൾക്ക്? അതാണ് സൗഹൃദം. അതെന്നും കാത്തു സൂക്ഷിക്കണം കേട്ടോ. ശരി. അത്ര
ഇതാ നിക്കണു. എന്തിനാ കരയണേ? നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഇവിടെ എന്ത് സൗകര്യക്കുറവാ നിനക്കുണ്ടായത്? ഇനി നിനക്ക് ഉദ്ദേശിച്ച സ്കൂളിൽ കയറി പഠിക്കാനോ ഉദ്ദേശിച്ച കോഴ്സിന് പോകാനോ പറ്റോ? എന്തൊന്നും മിണ്ടാത്തെ പറയ്. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് ഞാൻ ആവുമ്പോൾ പഠിച്ചോളാം. അല്ലെങ്കിലും നീയൊക്കെ അങ്ങനെ പറയും. നിന്റെ അച്ഛന്റെ വലിയ മോഹമായിരുന്നു പഠിപ്പിച്ച് വലിയ ഡോക്ടർ ആക്കണമെന്ന്. ഒക്കെ നീ കളഞ്ഞു കുളിച്ചില്ലേ? നിനക്ക് ഫുൾ A+ കിട്ടുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി. ഇനി അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെയാ നോക്കുക? എനിക്ക് ചത്താ മതി. പോ എന്റെ മുമ്പിൽ നിന്ന്. അതെങ്ങനെയാ കന്യക്ക് വകയില്ലാത്തവരുടെ കൂടെ എന്റെ കൂട്ടം? അപ്പൊ അങ്ങനെ വരും. വാർത്തപ്പണിക്ക് പോയിട്ട് കല്ലും മണ്ണും ചുമന്നിട്ടാണ് ഈ കുടുംബം പോറ്റുന്നത്. നിന്റെ അച്ഛന് വല്ലതും അറിയോ? കള്ളം കുടിച്ച് നടക്കുന്ന ആൾക്കറിയോ എങ്ങനെയാ ഈ കുടുംബം കഴിഞ്ഞു പോണെന്നുള്ളത്? എന്റെ ഗതി വരണ്ടാന്ന് വെച്ചിട്ടാണ് നിങ്ങളെ പഠിക്കാൻ വിടുന്നത്. നിങ്ങക്ക് വല്ലതും അറിയോ? അതിനിപ്പോ എന്താ ഉണ്ടായത്? ഞാൻ ജയിച്ചില്ലേ? തോറ്റൊന്നും ഇല്ലല്ലോ. ഓ, പാസ്സായി. വലിയ കാര്യായി. ഏതെങ്കിലും സ്കൂളിൽ സീറ്റ് കിട്ടുമെന്ന് എനിക്ക്. ഫുൾ A+ കിട്ടിയവർക്ക് സീറ്റ് കിട്ടാൻ വഴിയില്ല. പിന്നീട് എനിക്ക് കാശ് മുടക്കി പഠിപ്പിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. നാളെ മുതൽ നീ എന്റെ കൂടെ വാർക്കപ്പണിക്ക് വന്നോ? അതേ എനിക്ക് പറ്റുള്ളൂ. ഇതാ വരുമ്പോ എടുത്തേ. അവിടെ നിൽക്കണവിടെ. എവിടെ പോയിട്ട് എത്ര നേരം? പമ്പരം കളിക്കാൻ പോയി. അമ്പരം കളിച്ച് നടന്നോ? അവസാനം പമ്പരം പോലെ കറങ്ങേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓ, നീ പിടിക്കണ്ട. നീയും നിന്റെ ഒരു മൊബൈലും ഒക്കെ കണക്കന്നെ. അമ്മക്കെന്താ പ്രാന്തായ? എനിക്കെന്നിടാ പ്രാന്ത്. നിന്റെ അടിയിലൊക്കെ ഇരുന്ന് ഞാൻ ചത്താ മതി. പലതെടുത്ത മക്കള്. ഈ ചേച്ചിയാണ് ഞങ്ങൾക്കൊക്കെ ചീത്തയാ. പോടി. ഈ നമുക്ക് വലുതാവേണ്ടായിരുന്നു അല്ലേ? അതെ, ഈ 10ാം ക്ലാസ് A+ മടുത്തു. എനിക്കിപ്പോ വീട്ടില് പോണെന്നേ ഇല്ല. എനിക്കും. നമുക്ക് ആത്മഹത്യ ചെയ്താലോ? പക്ഷെ എങ്ങനെ? നമുക്ക് തൂങ്ങി മരിച്ചാലോ? അയ്യോ, എനിക്ക് പേടിയാടി. കണ്ണൊക്കെ തുറച്ച് നാക്കൊക്കെ നീട്ടി. എനിക്ക് പേടിയാ. എന്നാലേ നമുക്ക് ട്രെയിനിൽ തല വെച്ചാലോ? അയ്യോ, തല വേറെ ഉടല വേറെ, ആകെ വൃത്തികേട്. എന്നാൽ നമുക്ക് പുഴയിൽ ചാടാം. അയ്യോ, ശരീരമൊക്കെ വീർത്ത് മീനൊക്കെ കൊത്തി 3ാം പക്കം പൊങ്ങും. ഇനി അങ്ങനെയൊക്കെ നോക്കണോ? ചത്തുകഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലല്ലോ. നമുക്ക് കോട്ടമലയുടെ മേലെ പോയി ഒക്കയിലേക്ക് ചാടിയാലോ? ഡി, ചെലപ്പോ ചത്തില്ലെങ്കിലോ? കൈയും കാലും ഒടിഞ്ഞ് മൊട്ടി കിടക്കേണ്ടി വരും. എന്നാ പിന്നെ വിഷം വാങ്ങാം. അത് കിട്ടാൻ ബുദ്ധിമുട്ടാടി. എന്തിനാ ഏതിനാ എന്നൊക്കെ ചോദിക്കും. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുള്ളൂ. എന്റെ അമ്മയുടെ കയ്യില് ഒരു ഡപ്പ നിറയെ ഉറക്കഗുളികയുണ്ട്. അത് മൊത്തം വാരി കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കാം. അതാകുമ്പോ വേദന അറിയില്ലല്ലോ. ആ, സെറ്റല്ലേ? സെറ്റ്. സെറ്റല്ലേ?
അയ്യോ അയ്യോ, എന്നെ എന്ത് പറ്റി? ഈ ബാഗിലുണ്ടോ? വെള്ളം വെള്ളം ആന്റി എവിടേക്കാ? ഞങ്ങളും ഉണ്ടാക്കാം. വേണ്ട മക്കളെ, എനിക്കൊന്ന് ഇരുന്നാ മതി മക്കളെ. ആന്റി ഫോൺ ഉണ്ടോ കയ്യില്? വീട്ടിൽ നിന്ന് ആരെയെല്ലാം വിളിക്കാൻ? വരാൻ മാത്രം അങ്ങനെ ആരും ഇല്ല മക്കളെ. ആരുമില്ലേ? അതൊക്കെ വലിയ കഥയാ മക്കളെ. മക്കളിരിക്കും. ഉം. എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും. ആ. ഇടനിലക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെയായിരുന്നു എന്റെ വീട്. ഒരു മഴക്കാലത്ത് ഉരുൾപൊട്ടലിൽ വീട് ഉൾപ്പെടെ എല്ലാവരും ഒലിച്ചുപോയി. ഞാൻ മാത്രം ബാക്കിയായി. ഞാൻ ഒറ്റയ്ക്കായി. പിന്നീട് എന്നെ ഒരാൾ കല്യാണം കഴിച്ചു. കുറെ കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. പിന്നീട് മക്കളൊന്നും ഉണ്ടാവാതിരുന്നപ്പോ അയാളും എന്നെ ഒഴിവാക്കി. ഇടയ്ക്ക് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പിന്നീട് ഓർത്തു, എന്തിനു ചെയ്യണം? മരിച്ചാൽ ആർക്കാണ് നഷ്ടം? ഒരു ജീവിതമല്ലേ ഉള്ളൂ. പ്രശ്നങ്ങളെ തന്റെ അടുത്തോടെ നേരിടണം. BP ഷുഗറൊക്കെ ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. മരുന്ന് കഴിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്റെ പ്രശ്നം കേട്ട് നിങ്ങൾക്ക് വിഷമമായോ? മക്കളെന്തിനാ പഠിക്കണേ? 10ാം ക്ലാസ് കഴിഞ്ഞു. നന്നായി പഠിക്കണം. ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കണം. അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ എന്ത് പ്രശ്നം വന്നാലും അതിജീവിച്ച് മുന്നോട്ട് പോണം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി ആന്റി. എടി, ആ ആന്റി പറഞ്ഞത് കേട്ടോ, നമ്മൾ എന്തിനു മരിക്കണം? അതന്നെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള വഴി നോക്കാം. സെറ്റല്ലേ? സെറ്റ്. ഈ പ്ലസും ചേർന്ന് എത്രയാണ്ടാ? പ്ലസ് അല്ലേ? അല്ലട വേണ്ട, മൈനസ്. മൈനസ്. ഞങ്ങളെ കളിയാക്കാന്ന് മനസ്സിലായി. നീ എത്രയിലാടാ പഠിക്കണേ? 8ല്. 2 കൊല്ലം കഴിഞ്ഞാൽ ഈ ചിരിമുഖത്ത് കാണണട്ടാ. അതെ, ഈ മൈനസും ചേർന്ന എന്താവെന്നറിയോ? പ്ലസ് ആടാ, പ്ലസ്.